നമ്മളിപ്പോൾ ഒരു മഴ കിട്ടിയപ്പോഴേ എല്ലാവരും ഇഞ്ചി നടാനായിട്ട് പോവുകയാണ്. പലരും ഇഞ്ചി എങ്ങനെയാണ് നടേണ്ടതെന്നുള്ള രീതി ചോദിക്കുന്നുണ്ട്. പലരെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നാവുന്നില്ല, ചിലരുടെയൊക്കെ ചീഞ്ഞു പോകുന്നു, വേരുചീയൽ വരുന്നു, പല അസുഖങ്ങൾ വരുന്നു എന്ന് പലരും പറയാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെറിയ ചെറിയ ടിപ്സാണ് കേട്ടോ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. നമ്മുടെ കയ്യിൽ കണ്ടോ 2 ടൈപ്പ് ഇഞ്ചി ഉണ്ട്. ഒന്ന് നന്നായിട്ട് മുള വന്നിട്ടുള്ള ഒരു ടൈപ്പും പിന്നെ ഇതൊരു വേറെ ടൈപ്പ് ഇഞ്ചിയാണ് കേട്ടോ. ഈ ഇഞ്ചിയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. വരദ, മഹിമ, ഹിമാചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഇനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. ചിലത് നല്ല വിളവ് തരുന്നതാ, രോഗപ്രതിരോധ ശേഷിന് ഇനം വിളവ് കൂടിയ, അതായത് അതിനെയൊന്നും അത്രയും അധികം രോഗകീടബാധകൾ വന്നാലും അതിനൊന്നും ഏശാത്ത ടൈപ്പ് ഇഞ്ചികളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇഞ്ചിയിലെ വിഭാഗങ്ങൾ എന്ന് പറയുന്നത്. കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് മാത്രമല്ല, നമുക്ക് വില കൂടിയ സമയത്ത് നമുക്കത് പറിച്ചിട്ട് നമുക്ക് അത്യാവശ്യം വില കിട്ടുന്ന രീതിയിൽ വിൽക്കും ചെയ്യാലോ. അത് പ്രത്യേകിച്ചും ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ നമുക്കറിയാം, പുളിയിഞ്ചി പോലെയുള്ള വിഭവങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കുന്നതിന് ഇഞ്ചി മസ്റ്റാണ്. ഈ ഇഞ്ചി നടുമ്പോഴേ നമ്മൾ പ്രധാനമായിട്ടും 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പലരും ഇത് നന്നായിട്ട് പൊട്ടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് നടുന്നത് കണ്ടിരിക്കുന്നത്. പക്ഷേ അത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിളവ് കുറയാണ് ചെയ്യുക കേട്ടോ. ഏകദേശം ഒരു 30 തൊട്ടിട്ട് ഒരു 50 ഗ്രാം വരെ തൂക്കമുള്ള ഇഞ്ചിയാണ് നമ്മൾ നടേണ്ടത്. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ഇഞ്ചി ഈ വിത്ത് മുകൾ ഭാഗത്ത് വരുന്ന രീതിയിലാവണം നടേണ്ടത്. ഈ ഒരു മഴക്കാല സമയമായതുകൊണ്ട് തന്നെ വാരം കോരി നല്ല ഉയർന്ന കൂന അങ്ങനെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഇഞ്ചി നടാനായിട്ട്. അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്നിട്ടൊക്കെ ചീഞ്ഞു പോകാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. പ്രത്യേകിച്ചും ഇതിന് വേരുചീയൽ അങ്ങനെയുള്ള അസുഖങ്ങൾ വരാനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. അപ്പോൾ അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ ട്രൈക്കോഡർമ ചേർന്ന സമ്പുഷ്ടമായിട്ടുള്ള കമ്പോസ്റ്റ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അതുമാത്രമല്ല, നമ്മൾ ഈ ഒരു വിത്തിഞ്ചി തയ്യാറാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്യൂഡോമോണസ് അതുപോലെ തന്നെ ചാണകം, ഇപ്പോൾ നമ്മൾ 1 കിലോ ഇഞ്ചി എടുക്കുകയാണെങ്കിൽ 20 ഗ്രാം ചാണകവും 20 ഗ്രാം സ്യൂഡോമോണസും ഒന്ന് മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ ഈ ഒരു ഇഞ്ചി അതിൽ ഒരു 15 അല്ലെങ്കിൽ ഒരു അരമണിക്കൂറോ നേരം മുക്കി വെച്ച ശേഷമാണ്, നമ്മളൊന്ന് ഉണക്കിയ ശേഷമാണ് നമ്മുടെ ഈ ഒരു ഇഞ്ചി അപ്പം തന്നെ എല്ലാതും മുള പൊട്ടും. ആ ഒരു സമയത്താണ് നമ്മുടെ ഈ ഒരു ഇഞ്ചി നടേണ്ടത്. ഈ നടുമ്പോൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വളം കൊടുക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ചാണകപ്പൊടി ആവാം, ഉണങ്ങിപ്പൊടിഞ്ഞ ഏത് കാലികളാണെങ്കിലും നമുക്കതിൻ്റെ കൂടെ കൊടുക്കാം. അല്പം എല്ലുപൊടി, വേപ്പം പിണ്ണാക്കും കൂടി മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നതിൽ കുഴപ്പമില്ല. അതുമാത്രമല്ല, നമ്മൾ ഒരാഴ്ച മുമ്പ് തന്നെ നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർത്തിട്ട് ആ തടം ഒന്ന് നമ്മുടെ അതിൻ്റെ പുളിപ്പുരസൊക്കെ നീക്കിയ മണ്ണിലായിരിക്കണം നമ്മൾ ഈ ഒരു കൃഷി ചെയ്യുന്നത്. വളരെ എളുപ്പമാണ്. നമ്മൾക്ക് ഒരുപാട് സ്ഥലമൊന്നുമില്ലെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടുമുറ്റത്തും നമുക്ക് ചാക്കിലും അതുപോലെ തന്നെ ഗ്രോ ബാഗിലും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഒരു പ്രയാസമില്ല. ഇതേപോലെ തന്നെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, നല്ല രീതിയിലെ ലൂസായിട്ടുള്ള മണ്ണായിരിക്കണം നമ്മൾ ഇഞ്ചി കൃഷിക്ക് തയ്യാറാക്കേണ്ടത്.